അഡോബി ഫോട്ടോഷോപ്പിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലേയേഴ്സിലെ 8th ടോപ്പിക് ബ്ലെൻഡിംഗ് മോഡ്സ് പാർട്ട് 3. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മോഡ് എന്ന് പറയുന്നത് കളർ ബേൺ ആണ്. നമ്മൾ ബേണും ഡോജും ടൂള് പഠിച്ചിരുന്നു. ബേൺ എന്ന് പറയുമ്പോൾ അതിലെ കണ്ടന്റിനെ ഡാർക്ക് ചെയ്യും, ഡോജ് എന്ന് പറയുമ്പോൾ കണ്ടന്റിനെ ലൈറ്റൻ ചെയ്യുമെന്ന് നമ്മൾ ആ ടൂള് പഠിച്ചപ്പോൾ നോക്കിയിരുന്നു. സെയിം തന്നെയാണ് ഇവിടെ കളർ ബേണും ഇപ്പുറത്ത് കളർ ഡോജും ചെയ്യുന്നത്. കളർ ബേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡാർക്കൺ കളറിനെ ഡാർക്കൺ ചെയ്യും, അതേപോലെ കളറും ആഡ് ചെയ്യും. അതായത് ബേസിക്കലി ഈ റെഡിന്റെ ബ്രൈറ്റ്നസ് വാല്യൂ എന്ന് പറയുന്നത് 50% ആണ്. അപ്പോൾ 50% മുകളിലേക്ക് വന്നേക്കുന്ന എല്ലാ കളറിനെയും ഇത് കംപ്ലീറ്റ് 100% ഡാർക്കിലേക്ക് കൊണ്ടുവന്നു. അതിന് താഴെയുള്ളതിന് മാത്രമേ ഈ കളർ എഫക്റ്റ് ചെയ്തിട്ടുള്ളൂ. അതേസമയം കളർ ഡോജ് ആണെന്നുണ്ടെങ്കിൽ ഈ 50% കിടന്നതിന്റെ മുകളിലേക്ക് മാത്രമേ ഇത് കളറിനെ ഡാർക്ക് ആയിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ്, അതായത് 50% മുകളിലേക്ക് ബ്രൈറ്റ്നസ് വരുന്ന എല്ലാത്തിനെയും അത് ബ്രൈറ്റൻ ചെയ്തു. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്കൊരു ഇമേജ് ലെയറിൽ ചെയ്തു നോക്കാം. അതിന് ഞാനിവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇവിടെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ഈ റെഡ് ലെയർ വിസിബിൾ ആക്കി. ഇതിൽ ഡാർക്കൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നു. ഇതിൽ നമ്മൾ കളർ ബേൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെയറിലുള്ള കളർ റെഡ് ആണല്ലോ. അപ്പോൾ ആ റെഡ് കളർ മൊത്തത്തിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ലെയറിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്തു. അതേപോലെ ഇതിൽ വരുന്ന ഡാർക്ക് പോർഷൻ്റെ ഡാർക്ക്നെസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. നമ്മൾ ഇതിന് പകരം ഈ 50% ഡാർക്ക്നെസ്സിലുള്ള റെഡാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒബിയസ്ലി അവിടെ 50% ഡാർക്ക് വന്നുകൊണ്ട് തന്നെ കൂടുതൽ എലമെന്റിനെ അല്ലെങ്കിൽ കൂടുതൽ കളറിനെ അത് ഡാർക്കാക്കി മാറ്റി. ഇതേപോലെ ബേസിക്കലി ഓരോ ലെയറിൻ്റെയും വ്യത്യാസം അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ലെയറിൻ്റെ കണ്ടന്റിൻ്റെയും വ്യത്യാസം അനുസരിച്ച് ഈ ഡിഫറെൻറ്റ് ബ്ലെൻഡിങ് മോഡുകൾ വേരിയസ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക. സോ ബേസിക്കലി ഇത് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, നമുക്ക് അതിൻ്റെ മുകളിലൊരു ഒരു സ്റ്റൈല് അല്ലെങ്കിൽ ഒരു ബ്ലെൻഡിങ് മോഡ് അപ്ലൈ ചെയ്തതിനെ ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഓരോ ബ്ലെൻഡിങ് മോഡും ഇതേപോലെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് നമുക്ക് അതിൽ സാറ്റിസ്ഫൈ ആയിട്ട് തോന്നുന്ന ഒരു കളറ് അല്ലെങ്കിൽ ഒരു ബ്ലെൻഡിങ് മോഡ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ ഇതിൽ എനിക്ക് ഈ ഒരു എഫക്റ്റ് കുറച്ച് ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ സ്ക്രീൻ എടുക്കുകയാണ്. ഇങ്ങനെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സ്ക്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അതവിടെ എടുത്തു. അല്ലെങ്കിൽ കളർ ഡോജ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കളർ ബേൺ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. ഇത് വളരെ ഹാർഷ് ആയിട്ടുള്ളൊരു ബ്ലെൻഡിങ് മോഡാണ്. നമുക്ക് ഇത്രയും വേണ്ട. ഇതിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം നമുക്ക് കിട്ടും. ഇനി ഞാൻ തുടക്കത്തിൽ പറയുന്നു, ചില ബ്ലെൻഡിങ് മോഡുകൾക്ക് ഒപ്പാസിറ്റിയും ഫില്ലും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക എന്ന്. ഇതിൽ നമുക്ക് ഒപ്പാസിറ്റി 100% എടുത്തിട്ട് ഫില്ലാണ് നമ്മൾ കുറയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ വ്യത്യാസം വന്നത് കണ്ടോ, ആ ഒരു യെല്ലോ ഒക്കെ കയറി വരുന്നുണ്ട്. ആ ലെയറിനെ ഒരു പ്രൊജക്റ്റ് ചെയ്തേക്കുന്ന രീതിയിലാണ് വ്യത്യാസം വരുന്നത്. ഒപ്പാസിറ്റിയാണ് നമ്മൾ കുറയ്ക്കുന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചേക്കുന്നത് പോലെയാണ്. അതേസമയം ഫില്ലാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ പ്രോസസ്സ് ചെയ്യുന്നതിലായിരിക്കും വ്യത്യാസം വരിക. ഇത് എല്ലാത്തിലും ഇങ്ങനെയല്ല. നമ്മൾ ഡാർക്കൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചാലും ഫില്ല് കുറച്ചാലും നമുക്ക് സെയിം ആയിട്ടുള്ള രീതിയിലായിരിക്കും വരിക. കളർ ബേണും കളർ ഡോജും അടക്കം 8 ഡിഫറൻ്റ് ആയിട്ടുള്ള മൂഡുകളിൽ മാത്രമേ ഇതേപോലെ ഒപ്പാസിറ്റിയും ഫില്ലും ഡിഫറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ട്രൈ ചെയ്ത് വേരിയേഷൻ വരുത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കളർ ബേണിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ കളർ ഡോജ് വരുന്നത്. കളർ ബേൺ ഡാർക്ക് ആക്കുകയാണ് ചെയ്തതെങ്കിൽ കളർ ഡോജ് ലൈറ്റ് ആക്കുകയാണ് ചെയ്യുക. ഇനി കളർ ബേണും ലീനിയർ ബേണും ഏകദേശം സിമിലർ തന്നെയാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്കിനെയും ലൈറ്റിനെയും പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ബ്രഷ് ടൂൾ എടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ 3 വര വരയ്ക്കാൻ പോവുക. ഒന്ന് ബ്ലാക്കിലുള്ള വര, പ്യുവർ ബ്ലാക്ക്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ പ്യുവർ വൈറ്റിലുള്ള വര. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് 50% വരുന്ന ഒരു ഗ്രേ കൊടുക്കാം. 50% ആ ഗ്രേ വെച്ച് ഞാനൊരു വര വരയ്ക്കുകയാണ്. സോ ഡിഫറെൻറ്റ് ബ്രൈറ്റ്നസ് ഉള്ള 3 കളറുകളാണുള്ളത്. ഒന്ന് 0, 100% ബ്രൈറ്റ്നസ്, 50% ബ്രൈറ്റ്നസ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ ലെയർ ഇത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കിയാൽ നമുക്കറിയാം കളർ ബേൺ എന്നുള്ളത് ബ്ലാക്കിനെ ബ്ലാക്ക് ആയിട്ട് തന്നെ കീപ്പ് ചെയ്തു, വൈറ്റിനെ വൈറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്തു. അതേസമയം അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂവിനെ അതിൻ്റെ മുകളിൽ കൂടെ ഗ്രേ കളറിൻ്റെ മുകളിൽ കൂടെ അവർ ആ റെഡ് കളർ അപ്ലൈ ചെയ്തു.
അതേസമയം നമ്മൾ ലീനിയർ ബേണിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് മറ്റേത് വൈറ്റ് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നില്ല, ഇതിൽ വൈറ്റിനും ചേഞ്ച് വന്നിട്ടുണ്ട്. അതാണ് ആ വ്യത്യാസം വരുന്നത്. അതേപോലെ തന്നെയാണ് കളർ ഡോജും ലീനിയർ ഡോജും. കളർ ഡോജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വൈറ്റിനെയും ബ്ലാക്കിനെയും ലീവ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ബ്രൈറ്റ്നസ് വരുന്ന കളറിന് മാത്രമേ ഈ ഒരു ഫിൽറ്റർ അല്ലെങ്കിൽ ഈ ഒരു മോഡ് അപ്ലൈ ചെയ്യാവുള്ളൂ. അതേസമയം നമ്മൾ ലീനിയർ ഡോജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതിൽ വൈറ്റിനെ എഫക്ട് ചെയ്തുവെങ്കിൽ ഇതിന് ബ്ലാക്കിനെ ആയിരിക്കും എഫക്ട് ചെയ്യുക. അതായത് ബ്ലാക്കിന്റെ മുകളിൽ കൂടെയും അവർ ഈ ഒരു കളർ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതാണ് കളർ ബേണും ലീനിയർ ബേണും അല്ലെങ്കിൽ കളർ ഡോജും ലീനിയർ ഡോജും തമ്മിലുള്ള വ്യത്യാസം. നമുക്കിനി ഇത് ഹൈഡ് ചെയ്യാം. നെക്സ്റ്റ് ഉള്ളത് ഡാർക്കർ കളറാണ്. ഡാർക്കർ കളർ എന്ന് പറയുന്നത് ഡാർക്കന്റെ ഒരു എക്സ്ട്രീം വെർഷനാണ്. വല്ലാത്ത രീതിയിൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് ആ കളറിനെ കൊണ്ടുവയ്ക്കും ഒരു എക്സ്ട്രീം എൻഡിൽ. ഇതിൽ ജസ്റ്റ് ഒരു ഓവർലേ പോലെ വന്നിട്ടുള്ളതെങ്കിൽ ഡാർക്കർ കളറിൽ ഇത് മൊത്തത്തിലെടുത്ത് വാരിക്കോരി ഒഴിച്ച ഒരു അവസ്ഥയായിരിക്കും. അതേപോലെ തന്നെയാണ് ലൈറ്റർ കളറിലും വരിക. ലൈറ്റിന്റെ ഒരു എക്സ്ട്രീം എൻഡ്, ഇതിൽ ലൈറ്റിന് മോഡറേറ്റ് ആയിട്ടുള്ള ചേഞ്ച് വരുത്തിയിട്ടുള്ളതെങ്കിൽ ലൈറ്റർ കളർ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് അവിടെ വരുത്തും. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുക എന്നുള്ളത് ഇതിൽ ഓരോ മോഡും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓടിച്ചു നോക്കിക്കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരുത്തി നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ആകെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ ലോഗോ പ്ലേസ് ചെയ്ത പോലെ ഡാർക്കനും ലൈറ്റനും യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാർക്കായിട്ടുള്ള പോർഷനെ കളഞ്ഞിട്ട് വൈറ്റ് മാത്രമായിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ വൈറ്റിനെ മൊത്തം കളഞ്ഞിട്ട് ബ്ലാക്ക് മാത്രമായിട്ട് കൊണ്ടുവരാം.